ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉണ്ണി മുകുന്ദൻ നായകനെ ഹനീഫതേനി തിരക്കഥെഴുതി സംവിധാനം ചെയ്ത് ഡിസംബർ 20 തിയേറ്ററിലെത്തിയ മാർക്കോയുടെ മൂന്നാമത്തെ തിങ്കളാഴ്ച കൂടിയായ 18ാം ദിവസമാണ് ഇന്ന് പിന്നിടുന്നത്. ഹെവി പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത് ബ്ലോക്ക് ബസ്റ്റർ വിജയക്കുതിപ്പ് നടത്തിയ ഈ സിനിമ 100 കോടിയിലേക്ക് അടുക്കുകയാണ്. നിലവിൽ ഈ സിനിമയുടെ 17 ദിവസത്തെ കേരള റെസ്റ്റ് ഓഫ് ഇന്ത്യ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഇതിൽ നോർത്ത് ഇന്ത്യയിൽ ഹിന്ദി ബെൽറ്റിൽ വമ്പൻ തരംഗമാണ് സിനിമ നേടിയെടുത്തിട്ടുള്ളത്. ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പ് മാത്രം ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ 8 കോടി 90 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. മലയാളം വേഷം ഉൾപ്പെടെ 10 കോടി 10 ലക്ഷം രൂപയാണ് ഈ സിനിമ 17 ദിവസം കൊണ്ട് നോർത്ത് ഇന്ത്യൻ കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത്. റെക്കോർഡ് നേട്ടമാണ് നോർത്ത് ഇന്ത്യയിൽ ഈ ഉണ്ണി മുകുന്ദൻ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. ഇനി മാർക്കോയുടെ ആന്ധ്ര തെലങ്കാന കളക്ഷനിലേക്ക് വന്നാൽ ജനുവരി 1 തിയേറ്ററിലെത്തിയ തെലുങ്ക് പതിപ്പ് മാത്രം 4 കോടി 50 ലക്ഷം കളക്ട് ചെയ്തിരിക്കുകയാണ്. ജനുവരി 3 റിലീസ് ചെയ്ത തമിഴ് പതിപ്പ് 3 ദിവസം കൊണ്ട് കളക്ട് ചെയ്തിട്ടുള്ളത് 75 ലക്ഷം രൂപയുമാണ്. അങ്ങനെ ഹിന്ദി, തമിഴ്, തെലുങ്ക് പതിപ്പ് മാത്രം 14 കോടി 15 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അതേസമയം റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ മലയാളം പതിപ്പ് കളക്ട് ചെയ്തിട്ടുള്ളത് 5 കോടി 96 ലക്ഷം രൂപയാണ്. ടോട്ടൽ 20 കോടി 11 ലക്ഷം രൂപയാണ് 17 ദിവസം കൊണ്ട് റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷനായി മാർക്കോ സ്വന്തമാക്കിയിട്ടുള്ളത്. ഇനി മാർക്കോയുടെ കേരള ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ 17ാം ദിവസമായി ഇന്നലെ ഞായറാഴ്ചയോടെ ഈ സിനിമ കേരളത്തിൽ 40 കോടി ടച്ച് ചെയ്യും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും സിനിമ 17 ദിവസം കൊണ്ട് കേരളത്തിൽ കളക്ട് ചെയ്തത് 39 കോടി 70 ലക്ഷം രൂപയാണ്. ഇനി ഈ സിനിമയുടെ വിദേശ കളക്ഷനിലേക്ക് വന്നാൽ $2.8 മില്യൺ ഈ സിനിമ 17 ദിവസം കൊണ്ട് മിഡിൽ ഈസ്റ്റിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ളത്. മറ്റ് വിവിധ ഓവർസീസ് രാജ്യങ്ങൾ ഉൾപ്പെടെ $3.65 മില്യൺ കളക്ട് ചെയ്ത്, അതായത് 31 കോടി 20 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ ആദ്യ 17 ദിവസത്തെ ഓവർസീസ് കളക്ഷൻ. അങ്ങനെ 17 ദിവസം കൊണ്ട് 91 കോടി 1 ലക്ഷം രൂപയാണ് ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത്. മാർക്കോ നേടിയെടുത്തിരിക്കുന്ന ഈ 91 കോടി കളക്ഷനിൽ 76 കോടി 45 ലക്ഷം രൂപയും മലയാളം വേഷം കളക്ഷനാണ്. ഇനി 18ാം ദിവസമായി ഇന്ന് തിങ്കളാഴ്ചയിലെ മാർക്കോയുടെ കേരള ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ ഇന്ന് 35 ലക്ഷം 40 ലക്ഷം റേഞ്ചിലാണ് കളക്ഷൻ നേടിയെടുത്തിട്ടുള്ളത്. അങ്ങനെ ആദ്യ 18 ദിവസം കൊണ്ട് 40 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്തിരിക്കുന്ന മാർക്കോ 18 കോടിക്ക് മുകളിൽ കേരള ഷെയർ കളക്ഷനും സ്വന്തമാക്കിയിരിക്കുകയാണ്. സിനിമയുടെ 18 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം 92-93 കോടി റേഞ്ചിലുമാണ്. ടോവിനോ തോമസ് നായകനെ അഖിൽ പോൾ, അനസ് ഖാൻ എന്നിങ്ങനെ രചനയും സംവിധാനവും നിർവഹിച്ച് ജനുവരി 2 തിയേറ്ററിൽ പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത സിനിമയാണ് ഐഡന്റിറ്റി. ചിത്രത്തിന്റെ നിർണായകമായ ആദ്യ 4 ദിവസം പിന്നിട്ട് 5ാം ദിവസമായ തിങ്കളാഴ്ചയാണ് ഇന്ന് കടന്നിരിക്കുന്നത്. തൃഷ, വിനയ് റായി, അജു വർഗീസ്, അർച്ചന കപി, ഷമ്മി തിലകൻ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ ഇന്നലെ കേരള കളക്ഷനായി 1 കോടി 47 ലക്ഷം രൂപയായിരുന്നു കളക്ട് ചെയ്തിരുന്നത്. അതേസമയം 5ാം ദിവസമായ ഇന്ന് തിങ്കളാഴ്ച ഈ സിനിമയുടെ കളക്ഷനിൽ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 50 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ ആദ്യ 5 ദിവസം പിന്നിടുമ്പോൾ ഏകദേശം 6.5 കോടിക്ക് മുകളിലാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. 5ാം ദിവസമായി ഇന്ന് തിങ്കളാഴ്ചയിലെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 1 കോടിക്ക് മുകളിലുമാണ്. നിലവിൽ ആദ്യ 5 ദിവസം പിന്നിടുമ്പോൾ ഏകദേശം 12 കോടി കളക്ഷനാണ് ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ സിനിമയുടെ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്നത് ഏകദേശം 12 കോടി റേഞ്ചിലാണ്. ക്രിസ്മസ് റിലീസായി ഡിസംബർ 19 തിയേറ്ററിൽ മികച്ച ഹോൾഡ് നിലനിർത്തി മുന്നേറുന്ന സിനിമയാണ് റൈഫിൾ ക്ലബ്ബ്. ആഷിഖ് അബു ഛായാഗ്രഹണവും സംവിധാനവും നിർവഹിച്ച ഈ സിനിമയുടെ ഇന്നലെ ഞായറാഴ്ച വരെയുള്ള 18 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഏകദേശം 26 കോടിക്ക് മുകളിൽ കളക്ഷൻ ഈ സിനിമ നേടിയെടുത്തിരിക്കുകയാണ്. 10 കോടിക്ക് താഴെ മാത്രം ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ നിലവിൽ ക്ലീൻ ഹിറ്റ് വിജയം സ്വന്തമാക്കിയിട്ടുണ്ട്. അല്ലു അർജുൻ നായകനായി സുകുമാർ തിരക്കഥെഴുതി സംവിധാനം ചെയ്ത് ഡിസംബർ 5 തിയേറ്ററിലെത്തി ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത് മുന്നേറുന്ന തെലുങ്ക് സിനിമയാണ് പുഷ്പ 2 ദി റൂൾ. ചിത്രത്തിന്റെ ഇന്നലെ വരെയുള്ള 32 ദിവസത്തെ ഔദ്യോഗിക കളക്ഷൻ പോസ്റ്റർ ഇന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മൈത്രി മൂവി മേക്കേഴ്സ് പുറത്തിറക്കിയ പോസ്റ്റർ പ്രകാരം 1831 കോടി രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. അതേസമയം വിവിധ ട്രാക്കേഴ്സ് പുറത്തുവിടുന്ന കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം 1700 കോടിക്ക് മുകളിലാണ് ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. ജോജു ജോർജ് തിരക്കഥെഴുതി സംവിധാനം ചെയ്ത് ഒക്ടോബർ 24 തിയേറ്ററിൽ സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കിയ സിനിമയാണ് പണി. 18 കോടി ബഡ്ജറ്റുള്ള ഈ സിനിമ കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി സ്വന്തമാക്കിയത് 22 കോടി 50 ലക്ഷം രൂപയായിരുന്നു. സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 37 കോടി 25 ലക്ഷം രൂപയുമാണ്. ഇന്ന് ഈ സിനിമയുടെ OTT റിലീസിംഗ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സോണി ലീവ് വഴി ഈ സിനിമയുടെ OTT സ്ട്രീമിംഗ് ജനുവരി 16 പൂർത്തിയാക്കുന്നതാണ്. വമ്പൻ തുകയ്ക്കാണ് ഈ സിനിമയുടെ OTT റൈറ്റ്സ് സോണി ലീവ് സ്വന്തമാക്കിയിരിക്കുന്നത് എന്ന വാർത്തയും പുറത്തു വന്നിട്ടുണ്ട്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.